എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഒരിക്കൽ കൂടി ലോകത്തിൻ്റെ നാനാഭാഗത്തേക്ക് അയക്കപ്പെട്ടിരിക്കുന്ന കർത്താവിൻ്റെ പ്രിയ പടയാളികളാണ്, ശിഷ്യന്മാരാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഈശോയുടെയും രഹസ്യങ്ങൾ നിറയുന്ന ഈ വലിയ രഹസ്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ വചനം മത്തായി 6:9. നിങ്ങൾ ഇപ്രകാരം പ്രാർത്ഥിക്കുവിൻ: സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. ഈശോ മിശിഹായ്ക്ക് സ്തുതി. ഈ ഒരു വചനമാണ് നമ്മൾ ദിവസങ്ങളായിട്ട് പഠിക്കുന്നത്. നമ്മളതിൽ വിശുദ്ധ അഗസ്തീനോസ് പിതാവ് പറഞ്ഞ കാര്യമാണ്. 2-3 ദിവസമായിട്ട് അതേ ചിന്തയിലാണ്. എൻ്റെ വാത്സല്യഭാചനങ്ങളെ, എൻ്റെ ഹൃദയത്തിൽ ഭയങ്കര ആഴമായ ഒരു ദൈവാനുഭവമാണ് നമ്മൾ ഈ രഹസ്യം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു എന്നതിനെക്കുറിച്ച്. നമ്മൾ നാളിതുവരെ സ്വർഗസ്ഥനായ പിതാവ് പ്രാർത്ഥിച്ച പോലെ അല്ല ഇനി നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നത്. ഇതാണ് നമ്മളിൽ ഉണ്ടാകേണ്ട ഏറ്റവും വലിയൊരു വ്യത്യാസം. നമ്മളിതെന്തെല്ലാം പഠിച്ചാലും ഈ വ്യത്യാസം നമ്മൾ ഉണ്ടാക്കിയേ തീരൂ. ദൈവം, സ്വർഗാതിസ്വർഗങ്ങളുടെ ദൈവം ആ ജെറുസലേം ദേവാലയത്തിൽ ഇറങ്ങി വന്നപ്പോൾ അവിടെ അവർക്ക് കണ്ണ് കാണാൻ പറ്റാത്ത രീതിയിലായി. എന്നാൽ ആ ദൈവം നമ്മുടെ ഹൃദയത്തിൽ എഴുന്നള്ളിയിരിക്കുന്നു. ഒരിക്കലും വിട്ടുപോകാത്ത രീതിയിൽ എഴുന്നള്ളിയിരിക്കുന്നു. ആ ദൈവത്തോടുള്ള കൂട്ടായ്മയാണ്, ആ ദൈവത്തിലുള്ള വിശ്വാസമാണ് നമ്മുടെ പ്രാർത്ഥനയുടെ അടിത്തറ. നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ നമ്മൾ സാധാരണഗതിയിൽ ഉടനെ 4 ആളുകളോട് സംസാരിക്കും. ഉടനെ നമുക്ക് ഏറ്റവും പരിചയമുള്ള ആൾക്കാർ വിളിച്ചു പറയും. എന്നാൽ ആദ്യം വിളിച്ചു പറയേണ്ടത് ആളുകളെ അല്ല, നമ്മിൽ വസിക്കുന്ന ദൈവത്തെയാണ്. ആ ദൈവത്തെ ഒരാളായിട്ട് കാണണം. നമ്മളെ സൃഷ്ടിച്ച് നമ്മളെ പരിപാലിക്കുകയും നമ്മുടെ കാര്യങ്ങളെല്ലാം നടത്താൻ ഉത്സുകനായിരിക്കുന്ന ഒരു വ്യക്തിയായിട്ട് നമ്മൾ കാണുമ്പോഴാണ് വിശ്വാസത്തിൻ്റെ സാധാരണ അവസ്ഥ ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഇനി മുതൽ നമ്മൾ എന്ത് പ്രശ്നമുണ്ടായാലും ഉടനെ മറ്റുള്ളവരിലേക്ക് നോക്കാതെ ദൈവത്തിലേക്ക് ആദ്യം നോക്കും. ഈശോ രക്ഷിക്കാ, ദൈവമേ എന്ന് നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ദൈവത്തിനെ വിളിക്കണം. നമ്മൾ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അതാണ്. കാറ്റക്കിസത്തിൽ 426 പറയുന്നുണ്ട്, മതബോധനത്തിൻ്റെ അന്തസത്തയായി നാം കാണുന്നത് ഒരു വ്യക്തിയെയാണ്. നമ്മുടെ എല്ലാ ആത്മീയതയുടെയും അന്തസത്തയായി നാം കാണേണ്ടത് ഒരു വ്യക്തിയെയാണ്. ആരാണത്? നസ്രത്തിൽ നിന്നുള്ള യേശു എന്ന വ്യക്തിയെ. അടിമകളെ ഭരിക്കുന്ന ഒരു രാജാവിനെയോ ഒരു യജമാനെയോ അല്ല നമ്മൾ കാണേണ്ടത്. നസ്രത്തിൽ നിന്നുള്ള യേശു എന്ന വ്യക്തിയെ. പിതാവിൽ നിന്നുള്ള ഏകപുത്രനായ അവിടുന്ന് നമുക്ക് വേണ്ടി പീഡകൾ സഹിച്ചു, മരിച്ചു, ഉത്ഥാനശേഷം ഇപ്പോൾ നമ്മോടൊത്ത് എപ്പോഴും വസിക്കുന്നു. എന്തു മനോഹരമാണില്ലേ! നമ്മുടെ ആത്മീയതയുടെ അന്തസത്തയിൽ ഒരു വ്യക്തിയെയാണ് നമ്മൾ കാണേണ്ടത്. നസ്രത്തിൽ നിന്നുള്ള യേശു എന്ന വ്യക്തിയെ. ആ വ്യക്തി ദൈവം മനുഷ്യനായ വ്യക്തി, നമുക്ക് വേണ്ടി, നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി പീഡ സഹിച്ചു, മരിച്ചു, ഉത്ഥാനം ചെയ്തു, സ്വർഗാരോഹണം ചെയ്തു. എന്നാൽ ഇപ്പോൾ ആ വ്യക്തി നമ്മുടെ ഉള്ളിൽ എന്നേക്കുമായിട്ട് വസിക്കുന്നു. ഇത് ഞാൻ പല പ്രാവശ്യം ചിലപ്പോൾ പറഞ്ഞെന്ന് വരും. ഇതാണ് ദൈവം നമ്മോടുകൂടെ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. ദൈവം നമ്മോടുകൂടെ, എമ്മാനുവേൽ. അപ്പോൾ നമ്മൾക്ക് ഇനി ഒരു കണ്ടെത്തൽ ആവശ്യമാണ്. നമ്മുടെ ആത്മീയ ജീവിതത്തിലും കുടുംബ ജീവിതത്തിലുമെല്ലാം നമുക്കുണ്ടാകേണ്ട വലിയ ഒരു കണ്ടെത്തൽ ഇതാണ്. എന്താ? ദൈവം അന്വേഷിച്ച് എങ്ങും പോകേണ്ടതില്ല. ദൈവം നമ്മളിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഇവിടെ പറയുകയാണ്, അവസാനമായി, ഇത് ഇന്നലെ വായിച്ചത് തന്നെയാണ്, ദൈവത്തെ എൻ്റെ പിതാവേ എന്ന് വിളിച്ചവന് ആ പിതാവിൻ്റെ പുത്രനായിരിക്കാൻ എനിക്ക് യോഗ്യത ഉണ്ടായിരിക്കുമോ എന്ന ആകുലത
അവൻ്റെ മനസ്സിലുണ്ടാകുന്നു. അത് നമുക്കുണ്ടാകണം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് വിളിക്കുമ്പോൾ ആ വാത്സല്യം അനുഭവിക്കാനുള്ള യോഗ്യത എനിക്കുണ്ടോ എന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. അതാണ് നമ്മുടെ വിവേകം, അതാണ് നമ്മുടെ മാനസാന്തരത്തിൻ്റെ ഒരു തുടക്കം. ഇതുവഴി സമ്പന്നർക്കും കുലീനർക്കും മുന്നറിയിപ്പ് നൽകുന്നു. അവർ ക്രിസ്ത്യാനികളായി ആകുമ്പോൾ ദരിദ്രരെ അഹങ്കാരത്തോടെ കാണരുത്. കാരണം ദരിദ്രരും ദരിദ്രരായി ജനിച്ചവരും ഞങ്ങളുടെ പിതാവേ എന്നാണ് ദൈവത്തെ വിളിക്കുന്നത്. എല്ലാവർക്കും ഒരേ പിതാവാണ്. ദരിദ്രരെ സഹോദരന്മാരായി കാണാത്തവർക്ക് യഥാർത്ഥത്തിൽ ഇങ്ങനെ പറയാൻ കഴിയുകയില്ല. അപ്പോൾ ഇത് ഞാൻ ഇനി വിശദീകരിക്കുന്നില്ല. നമ്മൾ തുറന്ന് മുന്നോട്ട് പോവുകയാണ്. വിശുദ്ധ ക്രിസോസ്റ്റം പിതാവ് പറയുന്നത്, നമുക്കുപരിയായിട്ട് ദൈവത്തോട് ഒന്നുപോലെ സ്വന്തക്കാരാണ് നമ്മൾ. താഴെയുള്ളവരെ ദ്രോഹിക്കാൻ എങ്ങനെ കഴിയും? എന്തെന്നാൽ ദൈവത്തെ പിതാവേ എന്ന് വിളിക്കുന്നവർ ആ വിളി കൊണ്ട് തന്നെ പാപപൊറുതിയും ദത്തെടുക്കലും അവകാശിയാക്കലും സാഹോദര്യവും ഏറ്റുപറയുന്നു. അതെല്ലാം ദൈവത്തിന് അവിടുത്തെ ഏകപുത്രനുമായിട്ടുള്ളതാണ്. പരിശുദ്ധാത്മാവിൻ്റെ ദാനവും അതിൽ ഉൾക്കൊള്ളുന്നു. എന്തെന്നാൽ ഈ അനുഗ്രഹങ്ങളെല്ലാം ഇല്ലാത്തവന് ദൈവത്തെ പിതാവേ എന്ന് വിളിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് പ്രാർത്ഥിക്കുന്നവരുടെ വികാരങ്ങളെ ഉണർത്തുന്നു. ആരോട് പ്രാർത്ഥിക്കുന്നുവോ ആ ആളുടെ മഹത്വം കൊണ്ടും പ്രാർത്ഥന വഴി നമ്മൾ സമ്പാദിക്കുന്ന ഉപകാരങ്ങളുടെ വലിപ്പം കൊണ്ടും. ആരോട് പ്രാർത്ഥിക്കുന്നുവോ ആ ആളുടെ മഹത്വം കൊണ്ടും പ്രാർത്ഥന വഴി നമ്മൾ സമ്പാദിക്കുന്ന ഉപകാരങ്ങളുടെ വലിപ്പം കൊണ്ടും. ഇവിടെ നിന്ന് നമുക്ക് തുടങ്ങാം. അവസാനത്തിൽ നിന്ന് എന്ത് നമുക്ക് ലഭിക്കുന്നു? നമുക്കുപരിയായിട്ടുള്ള ദൈവത്തോട് ഒന്നുപോലെ സ്വന്തക്കാരാണ് നമ്മൾ. താഴെയുള്ളവരെ ദ്രോഹിക്കാൻ എങ്ങനെ കഴിയും? അപ്പോൾ നമ്മളെ ഇത്രയും വിശാല മനസ്കതയും ഇത്രയും സർവാധിപത്യവും ഇത്രയും വാത്സല്യവും നിറഞ്ഞ ആ ദൈവപിതാവിൻ്റെ സ്വന്തക്കാരാണ് നമ്മൾ. ആ ഉപരി ദൈവീകതയുടെ മഹത്വം, അതാണ് മഹത്വം. ആ ആളുടെ മഹത്വം കൊണ്ട് നിറഞ്ഞവരാണ് നമ്മൾ. എങ്കിൽ നമുക്ക് ഭൂമിയിലുള്ള നമ്മുടെ സ്വന്തക്കാരെ അല്ലെങ്കിൽ ഭൂമിയിലുള്ള മനുഷ്യരെ നമുക്ക് എങ്ങനെ ദ്രോഹിക്കാൻ സാധിക്കും? അല്ലെങ്കിൽ അവരോട് ദ്രോഹപൂർവം എങ്ങനെ ചിന്തിക്കാൻ സാധിക്കും? അല്ലെങ്കിൽ അവർക്ക് എതിരായിട്ട് എങ്ങനെ ചിന്തിക്കാൻ സാധിക്കും? ഇത് ചിന്തിക്കുമ്പോൾ തന്നെ നമുക്ക് പശ്ചാത്താപം വരുന്നു. ഉണ്ടോ? ആരോട് പ്രാർത്ഥിക്കുന്നുവോ, അവസാനത്തെ വാക്ക്, ആ ആളുടെ മഹത്വം കൊണ്ടും പ്രാർത്ഥന വഴി നമ്മൾ സമ്പാദിക്കുന്ന ഉപകാരങ്ങളുടെ വലിപ്പം കൊണ്ടും നിറഞ്ഞിരിക്കുന്ന അവസ്ഥയിൽ നമുക്കുപരിയായിട്ടുള്ള ഉന്നതമായിട്ടുള്ള സ്വർഗങ്ങളുടെ നാഥനായിട്ടുള്ള ദൈവവുമായിട്ട് സ്വന്തക്കാരാണ് നമ്മൾ. ആ ദൈവത്തിൻ്റെ മക്കളാണ് നമ്മൾ. എങ്കിൽ താഴെയുള്ളവരെ ദ്രോഹിക്കാൻ എങ്ങനെ കഴിയും? എന്തെന്നാൽ ദൈവത്തെ പിതാവേ എന്ന് വിളിക്കുന്നവൻ ആ വിളി കൊണ്ട് തന്നെ പാപപൊറുതിയും ദത്തെടുക്കലും അവകാശിയാക്കലും സാഹോദര്യവും ഏറ്റുപറയുന്നു. ആ വിളി കൊണ്ട് തന്നെ ദൈവത്തെ പിതാവേ എന്ന് നാം വിളിക്കണമെങ്കിൽ അതൊരു വലിയ ബന്ധമാണത്, അതൊരു വലിയ സംബന്ധമാണത്. ആ ബന്ധം തിരിച്ചറിയത് പരിശുദ്ധാത്മാവിലൂടെയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പാപപൊറുതിയും ദത്തെടുക്കലും, അതായത് നമ്മൾ ദൈവത്തിൻ്റെ ദത്തുമക്കളാണ് എന്നുള്ള വലിയ അവബോധം, ദൈവത്തിന് ഏകപുത്രനായ യേശുവാണ്, എന്നാൽ മറ്റുള്ള യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നതിലൂടെ യേശുവിൻ്റെ ആത്മാവിലൂടെ പ്രേരിതരായിട്ടാണ് നമ്മൾ പിതാവേ എന്ന് വിളിക്കുന്നത്. അതിലൂടെ നമ്മളെല്ലാവരും ദത്തുമക്കളായി മാറിയിരിക്കുന്നു. അല്ലെങ്കിൽ നമുക്ക് പിതാവേ എന്ന് വിളിക്കാൻ പറ്റില്ല. പിതാവേ എന്ന് വിളിക്കുന്നതിലൂടെ നമ്മൾ മക്കളായിരിക്കുന്നു. ഇപ്പോൾ ഒരിക്കലിങ്ങനെ പറഞ്ഞപ്പോൾ ഒരാൾ ചോദിച്ചു, ഓ നമ്മൾ ദത്തുമക്കളാണല്ലേ, നമ്മൾ യഥാർത്ഥ മക്കളല്ലേ അല്ലല്ലേ എന്ന്. അപ്പോൾ അത് മനസ്സിലാക്കേണ്ടത്
ദൈവത്തിന് ഏകപുത്രനായ ഈശോ ദൈവം തന്നെയാണ്. ദൈവത്തിൻ്റെ ഏകപുത്രനായ ഈശോ, ഏകപുത്രൻ എന്നാണ് പറയുന്നത്. ദൈവം തൻ്റെ ഏകപുത്രൻ നൽകാൻ തക്ക വിധം ദൈവം മനുഷ്യരെ ഇത്രമാത്രം സ്നേഹിച്ചു. അപ്പോൾ ആ ഏകപുത്രനിൽ നമ്മൾ വിശ്വസിക്കുമ്പോൾ നമ്മൾ സൃഷ്ടികളാണ്. നമ്മൾ സൃഷ്ടികളായിരിക്കുന്നത് കൊണ്ട് നമുക്ക് ദൈവമാകാൻ പറ്റില്ല. യേശു ദൈവത്തിൻ്റെ ഏകപുത്രനാണ്, ദൈവം തന്നെയാണ്. അപ്പോൾ ഇതാണ് നമുക്കുണ്ടാകേണ്ട ഒരറിവ്. എന്നാൽ നമ്മൾ ദത്തുമക്കളായിരിക്കെ തന്നെ ആ പുത്രന് അവകാശമായിട്ടുള്ള എല്ലാം നമുക്കും അവകാശമാണ്. അതാണ് പുത്രൻ്റെ സഹാവകാശി, പുത്രൻ്റെ കൂട്ടവകാശിയാണ് നമ്മൾ ദത്തുപുത്രരായിരിക്കെ തന്നെ പുത്രന് ലഭിക്കുന്ന എല്ലാ അവകാശത്തിൻ്റെയും പങ്കാളികളാണ് എന്നുള്ള ഒരു വലിയ സന്തോഷം നമുക്കുണ്ടാകണം. ഞാൻ ദത്തുമകനേ ഉള്ളൂ എന്ന് വിചാരിക്കുകയല്ല വേണ്ടത്. നമ്മൾ ദത്തുമക്കളാണ് എന്നതിൻ്റെ സന്തോഷമുണ്ടാകണം. കാരണം പൊടിയിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടവരാണ് നമ്മൾ. അതാണ് മണ്ണാങ്കട്ടയായിരുന്നു നമ്മൾ. മണ്ണുകൊണ്ട് മെനഞ്ഞെടുത്ത ആ മണ്ണാങ്കട്ടയിൽ ദൈവം നമുക്ക് രൂപം നൽകി, ദൈവത്തിൻ്റെ തന്നെ സത്വധ്വനിയും അതിൽ നൽകിക്കൊണ്ട് നമ്മളെ ദൈവത്തിൻ്റെ മക്കളാക്കി ദൈവം സൃഷ്ടിച്ചു. അതാണ് നമുക്കുണ്ടാകേണ്ട ഒരു ബോധ്യം. എല്ലാ ജാതി മതസ്ഥരെയും ഇവിടെ വിശുദ്ധ ക്രിസോസ്റ്റം പിതാവ് പറയുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. പിതാവേ എന്ന് നാം വിളിക്കുമ്പോൾ ആലോചിച്ച് നോക്കിയ, പിതാവേ എന്ന് വിളിക്കുമ്പോൾ അതിൻ്റെ അകത്ത് എന്തെല്ലാം നമ്മൾക്ക് ലഭ്യമാണ്. നമ്മുടെ പാപപൊറുതി, നമ്മുടെ ദത്തെടുക്കലും. നമ്മൾ മക്കളാണ്. മക്കളല്ലെങ്കിൽ പിതാവേ എന്നെങ്ങനെ വിളിക്കണേ? അവകാശിയാക്കലും. നാം മക്കളെങ്കിൽ അവകാശികളാണ്. അതുകൊണ്ടാണ് നീ എന്ത് ചോദിച്ചാലും തരുമെന്ന് പറയണത്. കാരണം നിനക്ക് ദൈവം തന്നെ നിൻ്റെ അവകാശമാണ്. 16-ാം സങ്കീർത്തനം, കർത്താവാണെൻ്റെ ഓഹരിയും പാനപാത്രവും. കണ്ടോ, കർത്താവ് തന്നെയാണ് എൻ്റെ ഓഹരി. നമുക്ക് ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും കിട്ടുകയല്ല വേണ്ടത്, ദൈവത്തെ തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതാണ് സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ള പ്രാർത്ഥനയുടെ ആദ്യത്തിൽ നമ്മൾ പഠിക്കേണ്ടത്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, പിതാവേ എന്ന് വിളിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൻ്റെ അഗാധതയിൽ നിന്ന്, അതുകൊണ്ടാണ് പെട്ടെന്ന് അങ്ങനെ അങ്ങ് വിളിച്ച് നീങ്ങരുത്. സ്വർഗസ്ഥനായ പിതാവിൻ്റെ നാം പൂജിതമാണ് രാജ്യം വരട്ടെ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവിൻ്റെ നാം പൂജിതമാണ് ഞങ്ങളുടെ രാജ്യം. പോരാ, ശരിയാവണില്ല. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. ഇപ്പോൾ എന്തോ സംഭവിച്ചു കണ്ടോ? അവിടെ നിർത്തണം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അവിടെ ഒന്ന് നിർത്തണം. എന്താ, ഞാൻ അങ്ങനെ പിതാവേ എന്ന് വിളിക്കുമ്പോൾ ഞാൻ ആരാ എന്ന് പെട്ടെന്നൊന്ന് മിന്നിമറിയണം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. അപ്പോൾ സ്വർഗം എന്ന് പറയുമ്പോൾ വീണ്ടും ചിന്തിക്കണം, അതൊരു സ്ഥലമല്ല, അത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൻ്റെ ഒരവസ്ഥയാണ്. ആ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് വിളിച്ചിട്ട് മുന്നോട്ട് പോകരുത്. അവിടെ നിൽക്കട്ടെ. ഞാൻ ആരാണപ്പോ എന്ന് ചിന്തിക്കണം. ഞാൻ മകളാണ്, ദത്തുപുത്രനാണ്, സകലത്തിൻ്റെയും അവകാശിയാണ് എന്ന് അവിടെ നമുക്കൊന്ന് ചിന്തിച്ചൂടെ? അങ്ങനെ ഒന്ന് ചിന്തിക്കാൻ ഒരു സമയം വേണം. അതാണ് ഈ പ്രാർത്ഥനയുടെ പ്രധാന കാര്യം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങ് പരിശുദ്ധൻ. അതാണ് നമ്മൾ സീറോ മലബാർ കുർബാന ആരംഭിക്കുമ്പോൾ ആദ്യത്തെ പ്രാർത്ഥന ഇതാണ്. അത്യുന്നതനാം ഈശോയുടെ മനുഷ്യാവതാര കീർത്തനം എന്നാണ് അതിന് പറയേണ്ടത്. മനുഷ്യാവതാര കീർത്തനം. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശന് സ്തുതിഗീതം. അന്നാ പെസഹ തിരുനാൾ കഴിഞ്ഞു. മനുഷ്യാവതാര കീർത്തനം പാടിക്കഴിഞ്ഞതിന് ശേഷം
പിന്നെ പ്രാർത്ഥന ആരംഭിക്കുകയാണ്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഉണ്ടോ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗം ഭൂമിയിൽ നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. അപ്പോൾ ആ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് പെട്ടെന്ന് അങ്ങ് പറഞ്ഞു പോകരുത്. ആ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മഹത്വത്തിൻ്റെ ഒരു ചിന്ത നമുക്ക് വേണം. നമ്മൾ ആരാണെന്നുള്ള ചിന്ത നമുക്ക് വേണം. അപ്പോൾ പലർക്കും പറയണം, അതെന്താ അവിടെ ഈശോ പറഞ്ഞതിനേക്കാളൊക്കെ കൂടുതൽ എഴുതിയിട്ടുണ്ടല്ലോ എന്നൊക്കെ. ഇങ്ങനെയുള്ള ചില മുടന്തൻ ചോദ്യങ്ങൾ മനുഷ്യന് ചോദിക്കണതിൻ്റെ അർത്ഥം തന്നെ അവരാ ദൈവത്തിൻ്റെ സർവാധിപത്യത്തിന്, അതിൻ്റെ ആനന്ദത്തെ, അതിൻ്റെ വാത്സല്യത്തെ മനസ്സിലാകാഞ്ഞിട്ടല്ലേ. ഈ തക്സയിൽ എന്തെഴുതിയിട്ടുണ്ടോ അത് പരിശുദ്ധാത്മ നിവേശിതമാണ്. അത് സഭയുടെ വളരെയധികം വർഷത്തിന് മുമ്പ് മുതലുള്ള വിസ്മയനീയമായ പ്രബോധനമാണ്. അതിൽ നിന്ന് ഒന്നും നമ്മൾ നഷ്ടപ്പെടുത്തരുത്. അതിനെ ചോദ്യം ചെയ്യാൻ ആരും നമ്മളല്ല. അതൊന്ന് എളിമയോടെ മനസ്സിലാക്കുന്നത് നല്ലതാണ്. അതിൽ അടങ്ങിയിരിക്കുന്ന വിസ്മയനീയത നമുക്ക് മനസ്സിലാവുന്നില്ലെന്നേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ ഇന്നത്തെ ചിന്തയിൽ അതിനെ പെട്ടെന്ന് അങ്ങെടുത്ത് ചോദ്യം ചെയ്യരുത്. ഒന്നാമത്തെ, വിശുദ്ധ കുർബാനയിൽ അടങ്ങിയിരിക്കുന്ന രഹസ്യങ്ങൾ ഈശോയുടെ പരസ്യജീവിതം കഴിഞ്ഞ് ഈശോയുടെ പീഡാനുഭവം, മരണവും ഉത്ഥാനത്തിന് ശേഷം ഈശോയുടെ മഹത്വീകരിക്കപ്പെട്ട അവസ്ഥയിലാണ് ഈശോ ഇതിൻ്റെ എല്ലാം പ്രബോധനങ്ങൾ നൽകിയിരിക്കുന്നത്. 40 ദിവസം ഈശോ ശിഷ്യന്മാരോട് കൂടെ, അപ്പസ്തോലന്മാരോട് കൂടെ ദൈവരാജ്യത്തെക്കുറിച്ച് പഠിപ്പിച്ചു എന്നാണ് പറഞ്ഞത്. എവിടെയാണ് അത് എഴുതിയിരിക്കുന്നത്? അപ്പസ്തോല പ്രവർത്തനത്തിൻ്റെ ആദ്യം വിശുദ്ധ ലൂക്കാ സുവിശേഷകൻ എഴുതിയിരിക്കുന്നത് വളരെ ശ്രദ്ധേയമാണ്. അപ്പസ്തോല പ്രവർത്തനത്തിൻ്റെ 1-ാം അധ്യായത്തിൽ 3-ാമത്തെ വചനമാണ്. പീഡാനുഭവത്തിന് ശേഷം 40 ദിവസത്തേക്ക് ഈശോ അവരുടെ ഇടയിൽ പ്രത്യക്ഷനായി. എന്ത് പഠിപ്പിച്ചു? ദൈവരാജ്യത്തെക്കുറിച്ച് പഠിപ്പിച്ചു. കണ്ടോ? ആ പഠിപ്പിക്കൽ ഈ മുൻപ് പഠിപ്പിച്ചതിൻ്റെ എല്ലാം ഓരോ കൺഫർമേഷൻ. ഞാൻ അന്ന് പറഞ്ഞില്ലേ, എന്നെ അവർ കൊല്ലും, നിങ്ങളത് കേട്ട് പേടിച്ചു പോയില്ലേ? എന്നാൽ ഞാൻ അതിന് ശേഷം പറഞ്ഞത് നിങ്ങൾ ഓർത്തോ? ഞാൻ 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുന്നു. ആ ശരിയാണല്ലോ, അന്നങ്ങനെ പറഞ്ഞായിരുന്നു. അത് സംഭവിച്ചിരിക്കുന്നു. അന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല. അതാണ് ഈ സുവിശേഷത്തിൻ്റെ ആ ക്രോണോളജിക്കൽ ആസ്പെക്റ്റ്. അതായത് പഴയ നിയമകാലത്ത് പറഞ്ഞിരിക്കുന്നതും പുതിയ നിയമത്തിൻ്റെ പരസ്യജീവിതകാലത്ത് പറഞ്ഞിരിക്കുന്നതും മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിൽ നമ്മുടെ ബുദ്ധിയെ പ്രകാശിപ്പിച്ചിട്ടില്ല. എപ്പോഴാണത് മനസ്സിലാക്കാൻ പറ്റുന്നത്? അപ്പോൾ ഈ ദൈവരാജ്യത്തെക്കുറിച്ചും സ്വർഗസ്ഥനായ പിതാവിൻ്റെ പ്രാർത്ഥനയും ഇവിടെ എഴുതിയിരിക്കുന്നതാണെങ്കിലും അത് മനുഷ്യന് മനസ്സിലാകുന്നത് സ്വർഗാരോഹണത്തിന് ശേഷം പന്തക്കുസ്തായിലൂടെ മാത്രമാണ്. സ്വർഗം എന്ന് പറഞ്ഞാൽ തന്നെ എന്താ അവർക്കൊന്നും മനസ്സിലായിരുന്നില്ല. ഇന്നും മനസ്സിലാവുന്നില്ല ഒരുപാട് പേർക്ക്. സ്വർഗം എന്ന് പറഞ്ഞാൽ തന്നെ, സ്വർഗം എന്ന് പറഞ്ഞാൽ നമ്മൾ കുറേ നാൾ മുമ്പ് വരെ പ്രാർത്ഥിക്കുന്നത് ആകാശങ്ങളിലിരിക്കുന്ന ഞങ്ങളുടെ ബാവാ തമ്പുരാനെന്നാണ്. എന്ന് പറയുമ്പോൾ മലയാളത്തിൻ്റെ ഭാഷയിൽ അത് ഈ വാനമേഘങ്ങളുടെയൊക്കെ മുകളിലിരിക്കണ ഒരു അപ്പൂപ്പൻ താടിയൊക്കെ വെച്ച ഒരാളമാതിരിയാണ്. നമ്മൾ സ്വർഗത്തെയും അതുപോലെ പറുദീസായെയും എല്ലാം വർണ്ണിക്കാൻ പല ചിത്രങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ മനസ്സിനെ മലിനമാക്കിയിരിക്കുകയാണ്. എന്താ പറയാ. അപ്പോൾ ഇതെല്ലാം ഓരോ സോഫ്റ്റ്വെയറിൽ ഉണ്ടാക്കാവുന്ന കാര്യമുള്ളൂ. പക്ഷേ ഈ പറുദീസായും ഏദേൻ തോട്ടവും അങ്ങനെ ദൃശ്യമായ ഒരു അവസ്ഥയല്ല. അത് മനുഷ്യന് അദൃശ്യമായ ദൈവത്തിൻ്റെ വിസ്മയനീയതയാണ്. അതിനെങ്ങനെ നമുക്ക് വരച്ച് കാണിക്കാൻ പറ്റും? എങ്ങനെ വരച്ച് കാണിക്കാൻ സാധിക്കും?
ഒരു പുണ്യാളൻ പറഞ്ഞത് ഞാനിപ്പോൾ ഓർക്കുകയാണ്. അതായത് ഒരു മണവാട്ടിയെ അണിഞ്ഞൊരുങ്ങിച്ച് കൊണ്ടുപോവുകയാണ്. അവളെ പട്ടുവസ്ത്രങ്ങൾ ധരിപ്പിച്ചുകൊണ്ടും അവളെ ആഭരണങ്ങളെല്ലാം ധരിപ്പിച്ചുകൊണ്ട് കൊണ്ടുപോവുകയാണ്. അത് കണ്ടു കഴിയുമ്പോൾ മണവാട്ടിയാണെന്ന് മനസ്സിലായി. പക്ഷെ ആ മണവാട്ടിയെ എന്തെങ്കിലും തരത്തിൽ അടുത്ത് അനുഭവിക്കാൻ പറ്റുന്നുണ്ടോ അതിലൂടെ? ഒന്നുമില്ല. വെറും ബാഹ്യമായിട്ടുള്ള ഒരു ബോഡി മാത്രം കാണുന്നു. എന്ന പോലെയാണ് സ്വർഗത്തെക്കുറിച്ച് എത്ര വാക്കുകൾ കൊണ്ട് പറഞ്ഞാലും സ്വർഗത്തെ മനസ്സിലാവില്ല. പറുദീസായെക്കുറിച്ച്, ഏദെൻ തോട്ടത്തെക്കുറിച്ച് എത്ര മനോഹരമായ ചിത്രങ്ങൾ അവതരിപ്പിച്ചാലും ഏദെൻ തോട്ടവും പറുദീസായും മനസ്സിലാവില്ല. അത് ഒരു ആത്മീയ രഹസ്യമാണ്. അതൊരു ആത്മീയ കണ്ടെത്തലാണ്. അത് അദൃശ്യമായ ദൈവത്തിൻ്റെ വാസസ്ഥലമാണ്. അദൃശ്യനായ ദൈവം സർവാദി അനന്തനായ തലമുറയായി അനാദി മുതലേ അനന്തത വരെ, അനാദി മുതൽ അനന്തത വരെയുള്ള ദൈവം വസിക്കുന്ന ഒരു സ്ഥലത്തെ എങ്ങനെ മനുഷ്യന് സങ്കല്പിക്കാൻ പറ്റും? അപ്പോൾ അതിനെ സങ്കല്പിക്കാൻ പോലും മനുഷ്യന് സാധ്യമല്ല. പിന്നെ അവൻ എങ്ങനെയാണ് പെയിൻറ്റിങ് ഉണ്ടാക്കുന്നത്? അപ്പോൾ ആ പെയിൻറ്റിങ്ങുകളും ആ വർണ്ണനകളും എല്ലാം അസ്ഥാനത്താണ്. എന്നാൽ അത് വരച്ച് കാണിക്കുന്നതിലൂടെ ഒന്ന് ശ്രമിക്കുകയാണ്. എന്താണ് സ്വർഗം, എന്താണ് പറുദീസ, എന്താണ് ആയിരിക്കാമെന്നുള്ളതിൻ്റെ ഒരു 0.0001% നമ്മളെ കാണിക്കുകയാണ്. 1% പോലുമല്ല. പക്ഷേ അത് അവർണ്ണനീയമാണ്. ആ വാക്കാണ്, അത് അവർണ്ണനീയമാണ്. അത് മനുഷ്യന് സങ്കല്പിക്കാനും, അതാണ് പൗലോസ്ലീഹ പറയുന്നത്, കണ്ണ് കാണാത്തതും കാത് കേൾക്കാത്തതും മനുഷ്യ മനസ്സിൽ ഇന്നേ വരെ മനുഷ്യ ഹൃദയത്തിലേക്ക്, ഒരാളുടെ മനുഷ്യ ഹൃദയത്തിൽ ഇന്നേ വരെ പ്രവേശിക്കാൻ സാധിക്കാത്തതുമായ ഒരവസ്ഥയാണത്. ആ മഹത്വത്തിൻ്റെ അവസ്ഥയിലിരിക്കുന്ന ദൈവം എൻ്റെ അപ്പനാണ്. എൻ്റെ അപ്പൻ, ഞാൻ ആ അപ്പൻ്റെ മകനാണ്. എന്തൊരാനന്ദം, എന്തൊരു വാത്സല്യം! അത് അനുഭവിക്കാൻ പറ്റും. ഒരവർണ്ണനീയമായ ഒരാനന്ദം എങ്ങനെ അനുഭവിക്കാൻ പറ്റും? ഇവിടെ സ്റ്റോപ്പ് ചെയ്യണം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. ഇനി ഒറ്റയ്ക്കാണ് ഇരുന്ന് പ്രാർത്ഥിക്കണമെങ്കിൽ ഈ അവർണ്ണനീയതയെക്കുറിച്ച് എങ്ങനെ വേണമെങ്കിലും ധ്യാനിക്കാം, മണിക്കൂറുകൾ വേണമെങ്കിൽ ധ്യാനിക്കാം. അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ. പക്ഷെ പൊതുവായിട്ടാണെങ്കിൽ ഇപ്പോൾ കുർബാനയുടെ നേരത്ത് നമുക്ക് അതിൻ്റെ ഒരു ചെറിയ ധ്വനിയാണ് അവിടെ തരുന്നത്. അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ എന്ന് ഉദ്ഘോഷിക്കുന്നു. അപ്പോൾ ആ പിതാവിൻ്റെ സ്വർഗങ്ങളിൽ വസിക്കുന്ന പിതാവിൻ്റെ പരമോന്നതമായ മഹത്വത്തിൻ്റെ അവസ്ഥയെ കുറിച്ച് ഒരല്പം ചിന്തിക്കാൻ വേണ്ടിയിട്ടാണത്. അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സ്വർഗവും ഭൂമിയും അങ്ങയുടെ മഹത്വത്താൽ നിറഞ്ഞിരിക്കുന്നു. മനുഷ്യരും മാലാഖമാരും അങ്ങയെ പുകഴ്ത്തുന്നു, വാഴ്ത്തുന്നു. അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ. അപ്പം ആണിവിടെ പറയുന്നത്, ദൈവത്തെ പിതാവേ എന്ന് വിളിക്കുന്നവൻ ആ വിളി കൊണ്ട് തന്നെ പാപപ്രതിയും ദത്തെടുക്കലും അവകാശിയാക്കലും സാഹോദര്യവും ഏറ്റുപറയുന്നു. ഈ പിതാക്കന്മാർ പറയുമ്പോൾ അതിൻ്റെ അകത്ത് അടങ്ങിയിരിക്കണ ആ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കി. ഇവിടെ 4 വാക്യേ പറഞ്ഞിട്ടുള്ളൂ. എങ്ങനെ ഇതിനെ വർണ്ണിക്കണം? അതെല്ലാം ദൈവത്തിന് അവിടുത്തെ ഏകപുത്രനുമായിട്ടുള്ളതാണ്. പരിശുദ്ധാത്മാവിൻ്റെ ദാനവും അതിൽ ഉൾക്കൊള്ളുന്നു. എന്തെന്നാൽ ഈ അനുഗ്രഹങ്ങൾ എല്ലാം ഇല്ലാത്തവന് ദൈവത്തെ പിതാവേ എന്ന് വിളിക്കാൻ സാധ്യമല്ല.
അപ്പം എന്തെല്ലാം അടങ്ങിയിരിക്കുന്നു? പാപപൂർത്തിയും ദത്തെടുക്കലും, നമ്മൾ ദത്തുമക്കളാണ്, അവകാശിയാക്കലും, സാഹോദര്യവും ഏറ്റുപറയുന്നു, അവിടുത്തെ ഏകപുത്രനുമായിട്ടുള്ള നമ്മുടെ ബന്ധമേറ്റു പറയുന്നു, പരിശുദ്ധാത്മാവിൻ്റെ ദാനവും അതിൽ ഉൾക്കൊള്ളുന്നു. ഇത്തരം കാര്യങ്ങൾ പിതാവേ എന്ന് പറയുമ്പോൾ അവിടെ ഉണ്ട്. നമ്മൾ കേട്ടു, അബാ പിതാവേ എന്ന് വിളിക്കാൻ നമുക്ക് സാധിക്കുന്നത് ഈ ആത്മാവ് നമ്മുടെ ആത്മാവിനോട് ചേർന്ന്, പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മാവിൽ ലയിച്ചുകൊണ്ട് വിളിക്കുന്നതാണ് പിതാവേ 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 എന്ന്. കാറ്റഗിസത്തിൽ 2609 ഖണ്ഡികയിൽ ഒരു കാര്യം പറഞ്ഞു. ദൈവത്തോടുള്ള പുത്രസഹജമായ ഒട്ടിച്ചേരലാണ് പ്രാർത്ഥന. ഉണ്ടോ? എന്ത് മനോഹരമാണ്! പുത്രസഹജമായ ഒട്ടിച്ചേരൽ, പുത്രസഹജമായ ഒന്നാകൽ. അപ്പോൾ ഇവിടെ പിതാവേ എന്ന് വിളിക്കുന്നവനും ആ വിളി കൊണ്ട് തന്നെ നമുക്ക് അതൊന്നിവിടെ ചേർക്കാം. പുത്രസഹജമായ ഒട്ടിച്ചേരലാണ്. ആ ഒട്ടിച്ചേരലിൻ്റെ കാരണം ആരാണ് നമ്മളെ ഇതിനു വേണ്ടി സഹായിച്ചത്? ഈശോയും പരിശുദ്ധാത്മാവുമാണ്. എന്നിലൂടെ അല്ലാതെ ആരും പിതാവിലേക്ക് വരികയില്ല. ഈശോയിൽ വിശ്വസിക്കുന്നതിലൂടെ ആ വ്യക്തി ആരുമായിട്ടാണ് ഒട്ടിച്ചേർന്ന്? ജോഷുവായുമായിട്ട് ഒത്തിച്ചേർന്നോ? മോശയുമായിട്ട് ഒത്തിച്ചേർന്നോ? ആരുമായിട്ട് ഒട്ടിച്ചേർന്നോ? പിതാവേ. നമ്മൾ വിശ്വാസത്തിലൂടെ യേശുവിൻ്റെ ശിഷ്യരായി വിശ്വസിക്കുന്നതിലൂടെ യേശുവിൻ്റെ പിതാവുമായിട്ട് പുത്രസഹജമായ ഒരു ഒട്ടിച്ചേരൽ നമുക്കുണ്ടായി. ഇതാണ് പുതിയ നിയമം. ഇതാണ് ഈശോ പറഞ്ഞത്, ഇത് എൻ്റെ ശരീരവും എൻ്റെ രക്തവും ഇതാ നിങ്ങൾക്ക് തരുന്നു, ഇത് സ്വീകരിക്കുവിൻ. ഇതാണ് നവീനവും സനാതനവുമായ പുതിയ ഉടമ്പടിയിലെ രക്തം. ഇതിലൂടെ ഇത് സ്വീകരിക്കുന്നവൻ ഞാനുമായിട്ടും പിതാവുമായിട്ടും ഒട്ടിച്ചേർന്നിരിക്കുന്നു. ഇത് സ്വീകരിക്കുന്നവൻ, എൻ്റെ രക്തം പാനം ചെയ്യുന്നവനിൽ ഞാൻ ജീവിക്കുന്നു, എൻ്റെ രക്തം എൻ്റെ ശരീരം ഭക്ഷിക്കുന്നവനിൽ ഞാൻ ജീവിക്കുന്നു. അപ്പം അവിടെ നമ്മൾ വിശുദ്ധ കുർബാനയിൽ ഇതെല്ലാം സ്വീകരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മളതിൻ്റെ വ്യാപ്തി മനസ്സിലാക്കുന്നില്ല. നമ്മൾ ഒരു പടത്തിൽ കാണുന്ന പോലെ അല്ല സ്വർഗം, ഏതേൻ തോട്ടവും പറുദീസായുമല്ല. അതിലെ പടം വരയ്ക്കണത് തന്നെ അതിക്രമമാണ്. അതിനെ ഒരു പടത്തിനും വരയ്ക്കാൻ പറ്റില്ല, പാടില്ല. കാരണം അത്രയ്ക്ക് വിസ്മയനീയതയാണ്. അത് വലിയ വിസ്മയനീയതയാണ്. വിസ്മയനീയത എങ്ങനെ വരയ്ക്കാൻ പറ്റും? എങ്ങനെ വരയ്ക്കാൻ പറ്റും? അപ്പോൾ നമ്മൾ ഈ കോൺടംപ്ലേഷനിലേക്ക് നീങ്ങണം, ധ്യാനയോഗത്തിലേക്ക് നീങ്ങണം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം നമ്മൾ കുറച്ച് നേരം മിണ്ടാതിരുന്നാൽ മതി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. ഞാൻ മുൻപ് പറഞ്ഞ ഒരു ഉദാഹരണം പറയാൻ തോന്നാണ്. ഞാനത് പറയണ്ട ഈ റിപ്പീറ്റേഷൻ ആവുമെന്ന് വിചാരിച്ച് പറയണ്ട. പക്ഷേ അതൊന്നും പറയാൻ കേട്ടോ. അതിങ്ങനെയാണ്, ഒരു പ്രിയോരച്ഛൻ ഒരു വൈദികന് ഒരു ശിക്ഷ കൊടുത്തു. അവിടെ പോയി ആ മൈതാനത്ത് ഇരുന്നിട്ട് ഒരു സ്വർഗസ്ഥനായ പിതാവ് ചെല്ലാൻ പറഞ്ഞു. അങ്ങനെ അച്ഛൻ അവിടുന്ന് പോയി. അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഊണ് കഴിക്കണ നേരത്തും ആളെ കാണാനില്ല. വൈകുന്നേരം അത്താഴം കഴിക്കണ നേരത്തും ആളെ കാണാനില്ല. പിറ്റേ ദിവസം രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് നേരത്തും ആളെ കാണാനില്ല. അപ്പോൾ പ്രിയോരച്ഛനാകെ അല്പം കുണ്ഠിതമായി. പ്രിയോരച്ഛൻ അസിസ്റ്റൻ്റ് അച്ഛനോട് പറഞ്ഞു, ഒന്ന് അന്വേഷിച്ചേ, അദ്ദേഹം ഇവിടെ പോയി. ഞാൻ ഒരു ചെറിയ ഒരിതേ പറഞ്ഞുള്ളൂ, ആ മൈതാനത്ത് പോയി സ്വർഗസ്ഥനായ പിതാവ് ചെല്ലാൻ പറഞ്ഞു. അപ്പോൾ ഈ അസിസ്റ്റൻ്റ് അച്ഛൻ അദ്ദേഹത്തെ അന്വേഷിച്ച് അവിടെ പോയിരിക്കുകയാണ്. പോയപ്പോൾ അദ്ദേഹം മൈതാനത്തിലിരിക്കുന്നുണ്ട്, ഒരു സമാധി പ്രാർത്ഥനയിലാണ്, വളരെ ആഴമായ ഒരു കോൺടംപ്ലേഷനിലാണ്.
പക്ഷേ സുപ്പീരിയർ അച്ഛൻ പറഞ്ഞതിൻ്റെ പേരിൽ ഒന്ന് തട്ടി വിളിച്ചപ്പോൾ ഉടനെ എഴുന്നേറ്റ് ചോദിച്ചു, അപ്പം എന്ത് പറ്റി? അല്ല, എന്നോട് പ്രിയോരച്ഛൻ പറഞ്ഞു ഈ മൈതാനത്തിൽ ഇരുന്ന് ഒരു സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ള പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ. എന്ത് പറ്റി? ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്, പക്ഷേ എനിക്കങ്ങ് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് വരെ എത്തിയിട്ടുള്ളൂ. എന്ത് വിസ്മയമാണത്. എന്നിട്ട് പറഞ്ഞു, അങ്ങ് പോയിക്കോളൂ, ഞാൻ വന്നോളാം. അപ്പോൾ 24 മണിക്കൂറായിട്ടും അവിടെ ഇരുന്ന ഇരിപ്പിൽ ഇത്രേ പ്രാർത്ഥിക്കാൻ പറ്റിയിട്ടുള്ളൂ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. അപ്പോൾ ഇതെല്ലാം സഭയുടെ ചരിത്രത്തിൽ പുണ്യാളന്മാരുടെ ജീവിതത്തിൽ നടന്നിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് നമ്മളുടെ ജീവിതത്തിൽ ഇതൊക്കെ വേണോ? എന്തിനല്ലേ നമുക്കിതൊക്കെ? അതൊക്കെ അവർ വലിയ വലിയ പുണ്യാളന്മാർക്കുള്ളതല്ലേ. നമുക്ക് ചുമ്മാ ഇങ്ങനെ അങ്ങ് ജീവിച്ചാൽ മതി. രാജ്യം പറ. ഇതാണ് നമ്മൾ തിരിച്ചു പിടിക്കേണ്ട വലിയ രഹസ്യം. ഈശോ ഈ പ്രാർത്ഥന പഠിപ്പിച്ചത്, ഈശോ തന്നെ നേരിട്ട് പഠിപ്പിച്ചത്, അതിലിത്രയും വലിയ വിസ്മയനീയത ഈശോ 30 വർഷം ഇരുന്ന് പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ്. ഈശോ പ്രാർത്ഥിച്ചു സങ്കീർത്തനങ്ങളും ഈ സ്വർഗസ്ഥനായ പിതാവ് എന്നുള്ള പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥനയിൽ ഇതുപോലെ വലിയ വിസ്മയം അടങ്ങിയിരിക്കുന്നുണ്ട് എന്ന് നമ്മൾ വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ ശ്രമിക്കണം.